ഇത് ആരെങ്കിലും ഒന്ന് അറിയിക്കണല്ലോ. ആരെ വാ, ആരെങ്കിലും കിട്ടുമോ നോക്കാം. എന്താ ചേച്ചി? ഞാൻ കുട്ടി ഇവിടെ വെച്ച് കണ്ടു, അപ്പൊ കൂടെ വന്നു. അതിന് നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ ചേച്ചി? കൊള്ളാലോ. ഞങ്ങൾ അടുത്ത മാസം സെൻട്രലൈസ് റേസ് വെക്കാൻ പോവാ. നിന്നോട് ചോദിച്ചില്ല. മോള് വാ, നമുക്ക് കുറച്ച് തണുപ്പ്. ചേച്ചി എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അയ്യോ എന്താ രമ്യ ഇത്? ചേച്ചി വിളിച്ചല്ലേ? വരൂ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് അകത്തേക്ക് പോണ്ട, ഞങ്ങൾ അകത്തേക്ക് പോവാ. നീ നിന്റെ വീട്ടിലോട്ട് വെക്കും. രമ്യ വേണമെങ്കിൽ ഇന്ന് ഇവിടെ കിടന്നു, വീട്ടിലോട്ട് പോണ്ട. നമുക്ക് AC ഒക്കെ കൊണ്ട് കിടക്കാം. നോക്ക് രമ്യ, ഇതാണ് AC. എനിക്കറിയാം ചേച്ചി. അറിയാം, എന്നാലും എന്റെ ഒരു ആഗ്രഹത്തിന് പറഞ്ഞതാ. മോളെ ആ റിമോട്ട് എവിടെ? ഞാന് ഈ വാതിൽ നടക്കട്ടെ, ചേച്ചി ഒരു അല്പം തണുപ്പ് കൊള്ളട്ടെ. നരേട്ടന്റെ നിർബന്ധമാ. ഞാനിങ്ങനെ വേർക്കണ കാണുമ്പോ നരേട്ടന്റെ ഒരു പ്രയാസം. കുട്ടികളുടെ മനസ്സാ. എടിയാ റിമോട്ട് എവിടെ? ഒന്നും പറയണ്ട, റിമോട്ട് ഇങ്ങനെ എവിടെ വെച്ചിരിക്കുന്നു? ആഹാ, ഇവിടെ വെച്ചിരിക്കുന്നു. ഓൺ ചെയ്യട്ടെ. ആഹാ, ആ മുരൾച്ചയുടെ ഒരു സംഗീതം. അയ്യോ അയ്യോ, ഏസിന്റെ ശബ്ദം. നേരാ, അത് ഓഫായി. അച്ഛൻ പറഞ്ഞു എന്തോ ഒരു കണക്ഷൻ കൂടെ കൊടുക്കാനുണ്ടെന്ന്. അതിന്റെ ആള് വന്നിട്ട് ഓൺ ചെയ്യാവോ എന്ന് പറഞ്ഞു. നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? വെള്ളം മക്കളെ, പപ്പ ഇത് വെള്ളം ഒട്ടിന് പോടാ. നിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വേണം എനിക്ക് ചിരിച്ചിരിച്ച് കണ്ണടക്കാൻ. രമ്യ വിളിച്ചോണ്ട് പോയപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതാ, എന്തെങ്കിലും പറ്റണേന്ന്. പതുക്കെ ചിരിക്കണം. അവിടെ ദുഃഖം തലക്കെട്ടി കിടക്കുമ്പോഴാണ് ഒരുമാതിരി ചിരി. കേക്കണം, അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ ചിരിക്കുന്നേ. സതിക്കുഞ്ഞേ, നരേന്ദ്ര സാറ് ഗ്യാസ് നന്നാക്കാൻ ആളെ വിളിക്കാൻ പോയിരിക്കണേ. നാളെ രാവിലെ ഇവിടെ എത്തിയ വിശ്വനാഥനോട് പറയണേ. വിശ്വേട്ടൻ മറ്റന്നാ കുടുംബ വീട്ടിൽ നിന്ന് വരുമ്പോ AC കണ്ട് ഞെട്ടണം. ചേച്ചി, രമ്യ വിളിച്ചോണ്ട് പോയതും സ്വിച്ച് ഇട്ടതും ടപ്പയെന്നൊരു ശബ്ദം. സഹിക്കാൻ പറ്റില്ല. ഇനി സതിക്കുഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ ചിരിക്കാം.